بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫയാക്കി തരട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അല്ലാഹു ചേർക്കട്ടെ. അല്ലാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ പേറി നടക്കുന്നവരാ നമ്മളൊക്കെ. അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അല്ലാഹുവിന് നമ്മൾ ശുക്ർ ചെയ്തുകൊണ്ടേയിരിക്കണം. അതൊരു ലോക നിയമമാണ്. എന്നാലും ഖുർആനിൽ കൃത്യമായി തന്നെ പ്രതിപാദിച്ചു, ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തരാം. എല്ലാവർക്കും കൂടുതൽ വേണം. പക്ഷെ നന്ദി ചെയ്യുന്നിടത്ത് എല്ലാവരും അല്ലാഹനെ മറക്കുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഈ ഒരവസ്ഥയ്ക്ക് വിധേയരായിട്ടുള്ള എല്ലാവരെയും ഓർത്തുകൊണ്ട് തന്നെയാ പറയുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് എപ്പോഴും വേണം. യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. അള്ളാഹുവോട് ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവരും സർവസമയത്തും ചോദിച്ചുകൊണ്ടിരിക്കുക. ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് കുല്ല യൗം എന്നാ പറഞ്ഞത്. ഐ കുല്ല ലഹള എന്നതാണ് അതിന്റെ അർത്ഥം. ഇമാം ഖുർതുബി രേഖപ്പെടുത്തുന്നു. ഓരോ സെക്കൻഡുകളിലും അള്ളാഹുവോട് ചോദിക്കുന്നു. ചോദ്യമല്ലെങ്കിലും അർത്ഥനയുടെ ഒരു ഭാഷ എല്ലാ സൃഷ്ടികളിലും എല്ലാ നേരവുമുണ്ട്. ഒരു അർത്ഥന നടക്കുന്നിടത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന്റെ പരോക്ഷമായ ഭാഷയെ മനസ്സിലാക്കി സൃഷ്ടിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹു ഇല്ലാതെ പറ്റൂല. റബ്ബിന്റെ കാരുണ്യമില്ലാതെ സാധ്യമല്ല. അവന്റെ കാരുണ്യമാണ് ഇത് ഇങ്ങനെ ഞാൻ ആയത്, ഞാൻ എത്തിയത് എന്ന ചിന്തയിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നില്ലെങ്കിൽ അതിന് ഈമാൻ ഇല്ലായ്മ എന്നാ പറയാം. സൂറത്തുർ റഹ്മാനിന്റെ പ്രസ്തുത ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഖുർതുബി തന്നെ പറയുന്നുണ്ട്, അന്നഹും മുഫ്തഖിറൂന ഇലൈഹി. അള്ളാഹുവിന്റെ സൃഷ്ടികൾ എല്ലാ സമയവും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. ആ ആവശ്യം എന്തെന്ന് അറിഞ്ഞ് ആവശ്യത്തിന് ചോദിക്കാത്തവനും അത് ചെയ്തു കൊടുക്കുന്ന അള്ളാഹുവിന്റെ ഒരു പ്രത്യേക വിശേഷണമാണ് റഹ്മാൻ. വഴിപ്പെട്ടാലും ഇല്ലേലും അവന്റെ ഭാഗത്തു നിന്നും കരുണയും സ്നേഹവും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഈ അർത്ഥത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നിടത്ത് ഒരു മനുഷ്യന്റെ ഈമാൻ തികയുകയാണ്, പൂർണ്ണമാവുകയാണ്, ഈമാനിൽ വർധനവുണ്ടാവുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഒരു സാലിഹായ മനുഷ്യനാവുക എന്നത് രണ്ട് ലോകത്തിന്റെയും ആവശ്യമാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മുഴുവനും നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിരിക്കുന്നതും അതാണ്. ഒരു സ്വാലിഹായ മനുഷ്യൻ ആണോ ഞാൻ അങ്ങനെ ആയാലല്ലേ ഒരു മുസ്ലിം എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ. ഏതെങ്കിലും ഒരു രേഖയിൽ ജാതി ഏത് മതം ഏത് എന്ന് നിർണയിക്കേണ്ടോടത്ത് മാത്രം എഴുതി ചേർക്കേണ്ടതല്ല മുസ്ലിം ഇസ്ലാം എന്നുള്ളത്. അതിന്റെ പരിപൂർണത ഒരു സ്വാലിഹായ മനുഷ്യനാവാനാണ്. മഹാന്മാരായ അമ്പിയാക്കൾ പോലും ഒരു മുസ്ലിം എന്ന തലത്തിൽ എന്നതിനപ്പുറം സ്വാലിഹ് എന്ന തലത്തിലേക്ക് ആക്കണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅവീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. മുസ്ലിമായി മരണപ്പെടണം, സ്വാലിഹീങ്ങളിൽ ചേരണം. മുസ്ലിമീങ്ങളിൽ ചേരണം എന്നല്ല പറഞ്ഞത്, സ്വാലിഹീങ്ങളിൽ ചേരണം. സ്വാലിഹീങ്ങളിൽ ചേരണമെങ്കിൽ സ്വാലിഹായ മരിക്കാം, സ്വാലിഹായ ഒരു മുസ്ലിം ആവണം. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, അഹ്മദ് സമർക്കന്ദിയും മറ്റും ഉദ്ധരിക്കുന്നുണ്ട്, മതാ യകൂനു റജുലു സ്വാലിഹ, എപ്പോഴാണ് ഒരു മനുഷ്യൻ സ്വാലിഹാവ?
ഞാൻ സ്വാലിഹാണോ? നമ്മൾ ഓരോരുത്തരും സ്വാലിഹാണോ? ഒന്ന് ചിന്തിക്കാം. ഒരു മനുഷ്യൻ എപ്പോഴാ ഒരു സ്വാലിഹായ മനുഷ്യനാകുന്നത്? മനുഷ്യനായ പറ്റില്ലല്ലോ, സ്വാലിഹായ മനുഷ്യൻ. സ്വലഹ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പറ്റിയത് എന്നതിനർത്ഥം. എല്ലാത്തിനും പറ്റണം, ദുനിയാവിനും പറ്റണം, ആഖിറത്തിനും പറ്റണം, അയൽവാസിക്കും നന്മയുടെ പക്ഷത്ത് പറ്റണം, കുടുംബ ബന്ധങ്ങളിൽ നല്ലവനാവണം. ഒരു മനുഷ്യൻ എപ്പോഴാ തങ്ങളെ സ്വാലിഹാവ? അപ്പൊ മഹാൻ പറയുന്നുണ്ട്, ഇദാ കാനത്ത് നസീഹത്തു ഫീ നിയ്യതിഹി, മറ്റുള്ളവരിൽ ഒരു സതുപദേശം എന്ന പോലെ അവന്റെ ഒരു ഗുണത്തിന് വേണ്ടി ഇടപെടുന്നത് നല്ല നിയ്യത്തിലാകുമ്പോഴാ എന്ന്. മറ്റുള്ളവനൊരു ഗുണമുണ്ടാവാൻ വേണ്ടി നമ്മൾ ഇടപെടുന്നത് നല്ല നിയ്യത്തിലാവണം. അല്ലാതെ അവിടെയും ഒരു കച്ചവടക്കണ്ണ് എന്നുള്ളത് സ്വാലിഹായ മനുഷ്യനാവാൻ പറ്റില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിയ്യത്ത് നിന്നാവണം. ഒരിടത്തിൽ ഇടപെടുന്നോടത്ത് ഉള്ളിൽ ഉറച്ച ഇഖ്ലാസും ഉണ്ടെങ്കിൽ, നല്ല നിയ്യത്തുണ്ടെങ്കിൽ ആ മനുഷ്യന് പറയുന്ന ക്വാളിറ്റിയാണ് സ്വാലിഹ് എന്ന തലത്തിൽ. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തേത് ഭക്തി ഹൃദയത്തിലാ ഉണ്ടാവേണ്ടത്, ആൾക്കാരെ കാണിക്കാനല്ല. പേടി, അള്ളാഹുവോടുള്ള ഭയം ഹൃദയത്തിലുണ്ടാവാം. വൽ ഖൗഫു ഫീ ഖൽബിഹി, സ്വാലിഹായ മനുഷ്യന്റെ ലക്ഷണമാണ്. മൂന്നാമത്തേത് വസ്സിദ്ഖു ഫീ ലിസാനിഹി, സത്യസന്ധത എന്നത് വർത്താനത്തിൽ കേൾക്കണം. നുണ പറയുന്നവൻ സ്വാലിഹാവില്ല. നാലാമത്തേത് നല്ല നല്ല അമലുകൾ അവന്റെ അവയവങ്ങളിൽ ഉണ്ടാവണം. ഓരോ അവയവങ്ങളും അമല് ചെയ്യുന്നു എന്ന തലത്തിൽ. അങ്ങനെ സ്വാലിഹായി കഴിഞ്ഞാൽ ഹൃദയത്തിലേക്ക് അല്ലാഹ് വരികയാണ്. എന്റെ ഈ കൈ കൊണ്ട് ഞാൻ ചെയ്യുന്നത് ഒരു അമലാണോ? എന്റെ നാവ് കൊണ്ട് ഞാൻ പറയുന്നത് അള്ളാന്റെ അടുക്കൽ കൂലി കിട്ടുന്നതാണോ? അവയവങ്ങളെ അമലിലേക്ക് കൊണ്ടുവരാൻ നാം എടുക്കുന്ന ആ ഒരു ജിഹാദ് ഉണ്ടല്ലോ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജീവിതത്തിന്റെ മിക്ക മേഖലകളിലും ഇങ്ങനെ ചിന്തിച്ചിരുന്നു. മഹാന്മാരായ അമ്പിയാക്കൾ അവരുടെ സാധാരണ പ്രവർത്തനങ്ങളെ അമലുകളാക്കുക എന്നതിനപ്പുറം പുതിയതിനെ കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് പോകുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ഹബീബായ നബി തങ്ങൾ സംവദിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാഹുവേ, ജനങ്ങളിലെ ഏറ്റവും സൂക്ഷ്മതയുള്ള ആളായി ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആരാ ചോദിക്കുന്നത്? ഹബീബായ നബി തങ്ങൾ ചോദിക്കുകയാണ്, അല്ലാഹുവേ, ജനങ്ങളിൽ ഏറ്റവും സൂക്ഷ്മതയുള്ള ആളായി ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനെന്താ വേണ്ടത്? അല്ലാഹു പറഞ്ഞു, ദുനിയവിയായ കാര്യങ്ങളില് വലിയ മോഹമൊക്കെ ഉണ്ട്, അങ്ങോട്ട് ഒഴിവാക്കുക നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയവിയായ കാര്യങ്ങളിൽ മോഹങ്ങൾ ഒഴിവാക്കാം. പേരക്കുട്ടിയുടെ ശരീരത്തിൽ കണ്ട വിലപിടിപ്പുള്ള ആഭരണത്തെ ഊരിവെക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നിർദ്ദേശിച്ച ഒരു സംഭവം ചരിത്രത്തിൽ കാണാൻ കഴിയും. ആർഭാടങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും സൂക്ഷ്മത ഉള്ള ആളാവാൻ കഴിയുന്ന. അങ്ങനെ വരുന്നോടത്തായി അത്തിപ്പറ്റ ഉസ്താദിനെയൊക്കെ ചർച്ച ചെയ്യാം. ഒരു ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ജീവിതത്തിന്റെ ചില താരതമ്യങ്ങൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഈമാനിന്റെ ഒരു വെളിച്ചെത്തിക്കാം. സാധാരണക്കാരായ നമുക്ക് നമ്മുടെ സാധാരണ ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വിലങ്ങുതടിയായി നിൽക്കുകയാണ്. കേട്ടോളൂ, ഹബീബിനോട് അല്ലാഹു പറഞ്ഞു, ദുനിയവിയായ ആർഭാടങ്ങളും ദുനിയാവിന്റെ സൗകര്യങ്ങളും അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ അങ്ങ് ലോകത്തുള്ള ജനങ്ങളിൽ ഏറ്റവും സൂക്ഷ്മതയുള്ള ആളായിത്തീരും. ഹബീബായ നബി തങ്ങൾ അല്ലാഹുവോട് ചോദിക്കുന്നുണ്ട്, കൈഫ അസ്ഹദു ഫിദ്ദുനിയ, റബ്ബേ, ദുനിയാവിലെ ഏറ്റവും വലിയ ത്യാഗിയായി എനിക്ക് ജീവിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ലാഹു പറയുന്നു, ഖുദ് മിനദ് ദുനിയാ ബിഖദ്രി ത്വആമി വശ്ശറാബി വല്ലിബാസ് വലാ തദ്ഖിർ ലിഗദ്. ഇന്ന് ജീവിക്കാനുള്ളത് മാത്രമെന്ന് കരുതി ഭക്ഷണം, ഇന്ന് ജീവിക്കാനുള്ളത് എന്ന് മാത്രം കരുതി വസ്ത്രം. ഈ രീതിയിൽ ഭാവിയിലേക്ക് ചിന്തിക്കാതെ ദുനിയാവിന്റെ മോഹങ്ങൾക്ക് പരിധി വെച്ചോ നബിയെ? ഏറ്റവും വലിയ ത്യാഗിയായി സാഹിദായി അങ്ങേക്ക് കഴിയാം. മാത്രവുമല്ല, വദും അലാ ദിക്രി, എപ്പോഴും എന്നെ ഓർക്കാനുള്ള സാഹചര്യങ്ങൾ അങ്ങ് സൃഷ്ടിക്കും നബിയെ. അള്ളാഹുവിനെ ഓർക്കാനുള്ള സാഹചര്യങ്ങൾ, അള്ളാഹനെ ഓർമ്മപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഒരു രോഗിയെ സന്ദർശിച്ചാൽ കിട്ടുമല്ലോ. ഇല്ലായ്മ പറയുന്നവന്റെ അവസ്ഥകളിലേക്ക് ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞാൽ
അള്ളാഹുവിനെ ഓർക്കാനുള്ള സാഹചര്യങ്ങൾ കിട്ടുമല്ലോ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അന്യമല്ല. അള്ളാഹിനെ ഓർക്കാൻ എത്ര അവസരം, എന്നിട്ടും നമ്മൾ മറന്നു പോവുകയാ. അള്ളാഹു എന്ന ഓർമ്മ ഹൃദയത്തിന്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ ചരിത്രം തന്നെ കാണാം. സർവ്വതും മറക്കാണ്. അള്ളാഹു എന്ന ഓർമ്മ വന്നാൽ സർവ്വതും മറക്കും. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സാധിക്കണമല്ലോ. അള്ളാഹു എന്ന ഓർമ്മ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓർമ്മ എല്ലാവർക്കും. പടച്ചോനെ ഉണ്ടോന്ന് വെച്ചാൽ എന്തുട്ട് പേടി, അതൊക്കെ ഒരു പറച്ചിൽ മാത്രമായിട്ട് പോകാം. അള്ളാഹു എന്നതൊരു ഹരമാണ്, അതൊന്നും പറഞ്ഞറിയില്ല എന്നാ. അതുകൊണ്ട് ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അതൊരു മധുരാന്നാ. മധുരം എങ്ങനെയാ? അത് മധുരിച്ചാലേ അറിയൂ. മധുരം തന്നെ പലതരത്തിലാ. അല്ലാഹു ഒരു മധുരമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. മൂന്ന് കാര്യങ്ങൾ അതുണ്ടായാൽ ഈമാന്റെ മധുരം കിട്ടി. ഏറ്റവും മുഖ്യം അല്ലാഹ് റസൂൽ എന്ന അവസ്ഥയിൽ ഒരു മനുഷ്യന്റെ തീരുമാനങ്ങൾ എത്തുന്നുവോ അവിടെ ഒന്നാമത്തേത് യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഒരു മനുഷ്യന്റെ തീരുമാനത്തിൽ ഏറ്റവും അവസാനം അല്ലാഹ് റസൂല് അവരുടെ രണ്ടുപേരുടെ തൃപ്തി വേണം. വഴിപാട് ഈ രണ്ടിടത്തേക്കാ. രണ്ടും അക്ഷരാർത്ഥത്തിൽ ഒന്ന് തന്നെയാ. അങ്ങനെങ്കിൽ നമ്മുടെ ചില ആഘോഷങ്ങളിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹു റസൂലൊന്നുമില്ല. കാരണം മഞ്ഞ കല്യാണം, മൈലാഞ്ചി കല്യാണം, അതും ഇതൊക്കെ അങ്ങോട്ട് കൂടി വരുമ്പോ ആ 3-4 ദിവസത്തേക്ക് നമ്മൾ ഇസ്ലാമിക പ്ലാറ്റ്ഫോമിൽ നിന്ന് ലീവ് എടുത്തേക്കാം. പർദ്ദയിട്ട ഉമ്മ ക്യാമറയുടെ മുന്നിലിരിക്കാൻ അന്നത്തേക്ക് സാരിയാക്കുന്നു. മഫ്തയിട്ട ഉമ്മ അന്നത്തെ ദിവസം ക്യാമറയുടെ മുന്നിൽ സാരിത്തുമ്പോ കൊണ്ട് തല മറയ്ക്കുന്നു. അപ്പോഴുണ്ട് ആ മുടി കുറച്ച് കാണാലോ. ഇതൊക്കെ മൗനസമ്മതം കൊടുക്കുന്ന, നിസ്കാരത്തിന്റെ സമയം പോലും മാനിക്കാതെ സ്റ്റേജുകളിൽ കല്യാണ മാമാങ്ക പേക്കൂത്തുകളിൽ ഗാനമേളയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന, മൗനസമ്മതം കൊടുക്കുന്ന ഉപ്പ എവിടെ വന്നിട്ട് പടച്ചോനെ പേടി? അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. സുഫിയാക്കളുടെ ഒക്കെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോ. ഒരിക്കൽ ഒരു അടിമ, ഒരു സാലിഹായ ഒരു മുതലാളി ഒരു അടിമയെ വാങ്ങി. ആ അടിമയെ വാങ്ങിയിട്ട് ആ അടിമയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് മുതലാളിയുടെ കയ്യിൽ അടിമ അങ്ങനെ മുറുക്കി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ പണം കൊടുത്ത് വാങ്ങിയതാ. അടിമച്ചന്തയിലെ നിയമം അനുസരിച്ച് നിങ്ങൾ പറയുന്ന ഒക്കെ എനിക്ക് ചെയ്യേണ്ടി വരും. എന്നാലും ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ 3 കാര്യങ്ങൾ നിങ്ങളോട് നിബന്ധന വെക്കുകയാണ്. ആ 3 കാര്യങ്ങൾക്ക് എനിക്ക് നിങ്ങൾ തടസ്സം നിൽക്കരുത് എന്ന് പറയാണ്. അടിമ പറയാണ്, എനിക്ക് 3 നിബന്ധന ഉണ്ട്, അതിന് നിങ്ങൾ ദയവേത് തടസ്സം നിൽക്കരുത്. ഒന്നാമത്തേത്, ലാ തംനഅനി മിനസ് സ്വലാത്തിൽ മക്തൂബ. ഫർള് നിസ്കരിക്കാൻ എനിക്കൊരു സൗകര്യം തന്നോട്ടോ, നിങ്ങൾ ആ നേരത്തെ എന്നെ തടസ്സപ്പെടുത്തരുത്. ഫർള് നിസ്കാരത്തിന് എനിക്ക് തടസ്സം ഉണ്ടാവരുത്, ഞാൻ നിങ്ങൾക്ക് ജോലി ചെയ്തോളാം. അപ്പൊ ഈ സ്വാലിഹായ മുതലാളി പറഞ്ഞു, അതിനെന്താ മോനെ, എനിക്ക് സന്തോഷമല്ലോ. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, അൻതഅ്മുറനി ബിന്നഹാർ. എനിക്കുള്ള ജോലി മുഴുവൻ പകലാ തരാവൂ, രാത്രി എനിക്ക് ജോലി തരരുത്. എനിക്ക് രാത്രിയിൽ ജോലി തരരുത്. അപ്പൊ മുതലാളി പറയുന്നുണ്ട്, മാശിത്തു, രാത്രി ജോലി തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, നീ പകല് ജോലി ചെയ്താ മതി. മൂന്നാമത് എനിക്ക് പറയാനുള്ളതാണ്, തജ്അലനി മൻസിലൻ ഫീ ബൈതിക. നിങ്ങളുടെ കൊട്ടാരത്തിന്റെ അകത്ത്, നിങ്ങളുടെ വിശാല വിസ്തൃതമായ ആ വീടിന്റെ അകത്ത് ഒരു ചെറിയ റൂം എനിക്ക് വേണം. ലാ യദ്ഖുലുഹു ഗൈരി. അങ്ങോട്ട് ആരും വേറെ കടന്നു വരാനും പാടില്ല. അങ്ങനെ ഒരു ഏകാന്തത കിട്ടുന്ന ഒരു റൂം വേണം. 3 നിബന്ധന ഉള്ളത്. ഒന്ന്, ഫർള് നിസ്കരിക്കാനുള്ള സൗകര്യം. രണ്ടാമത്, പകല് മാത്രം ജോലി ചെയ്യിക്കുക, രാത്രി ഒന്നും പറയരുത്. മൂന്നാമത്, ആരും കടന്നു വരാത്ത ഇടത്തിൽ ഒരു റൂം. അങ്ങനെ ഈ മുതലാളി അംഗീകരിച്ചു. അങ്ങനെ ഈ അടിമയെയും കൊണ്ടുപോയി
എന്നിട്ട് മൂന്നാമത് പറഞ്ഞ കാര്യം അദ്ദേഹത്തിന്റെ സൗകര്യത്തിനും കൂടി ചെയ്തു കൊടുക്കണമല്ലോ. വീടിന്റെ വിശാലമായ എല്ലാ കോണുകളും കാണിച്ചു. ആ വീട് മുഴുവനും ചുറ്റി നടന്നു. അപ്പോഴുണ്ട് ഈ വീട്ടിലെ എന്താ പറയാ ഈ പഴയ സാധനങ്ങളൊക്കെ കൂട്ടിയിടുന്ന ഒരു സ്റ്റോർ റൂം കണ്ടെത്തി. അവിടെ പൊടി പിടിച്ച മാറാലയൊക്കെ ഉണ്ട്. ആർക്കും അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റുന്നില്ല. അത്ര ഇരുട്ട് പിടിച്ച് കിടക്കുന്ന ഒരു റൂം കണ്ടപ്പോ കൊട്ടാര തുല്യമായ ആ വീടിന്റെ അകത്ത് ഒരു റൂമും ഇഷ്ടപ്പെട്ടില്ല ഈ അടിമയ്ക്ക്. പക്ഷെ ഈ മുഷിഞ്ഞു കിടക്കുന്ന വീട്ടിലെ പഴയ ഉരുപ്പിടികൾ മുഴുവനും കൂട്ടം കൂമ്പാരമായി കയറ്റിവിട്ടിരിക്കുന്ന ആ പഴയ സ്റ്റോർ റൂം കണ്ടപ്പോ അടിമ പറഞ്ഞു, എനിക്ക് അത് മതി, അഹത്തു ഹാദാ, ഞാനിതെടുത്തു, ഇങ്ങോട്ട് ഞാൻ ആരും വരരുത്. അപ്പോ ഈ അടിമയോട് മുതലാളി ചോദിക്കുന്നുണ്ട്, യാ ഗുലാം ഇഖ്തർത ബൈതൻ ഖറാബ, ആൾ താമസത്തിന് യോഗ്യമല്ലാത്ത ഒരു റൂമാണ് മോനെ നീ തെരഞ്ഞെടുത്തത്, എന്തപ്പോ അതിന്റെ ആവശ്യം എന്ന് ചോദിച്ചു. فقال الغلام يا مولاي ما علمت أن الخراب مع الله بستان. പ്രിയപ്പെട്ട യജമാനനെ, ആരുമില്ലാത്ത ഒഴിഞ്ഞ ഏകാന്തതയ്ക്ക് ഏറ്റവും കൂടുതൽ മാനസിക ഒരുക്കം കിട്ടുന്ന ഇത്തരത്തിലുള്ള ഒഴിഞ്ഞ ഭാഗത്ത് മനസ്സിന്റെ അകത്തേക്ക് അള്ളാഹു എന്ന ചിന്ത വന്നാൽ ആരും വരാത്ത ഒരു ഇടം ഒരു പൂന്തോട്ടം പോലെ നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പകൽ മുഴുവൻ ഈ അടിമ മുതലാളിക്ക് ഹിദ്മത്ത് ചെയ്തുകൊണ്ട് നടന്നു. രാത്രിയാകുമ്പോ വേറെ ജോലിയൊന്നുമില്ലല്ലോ, രാത്രി അള്ളാഹുവിലേക്ക് ഇബാദത്തുമായി ഈ മഹാനായ അടിമ ലയിച്ചു. അങ്ങനെയിരിക്കെ ഒരു രാത്രിയിൽ ഈ യജമാനൻ ഉറക്കം നഷ്ടപ്പെട്ട് വീടിന്റെ പരിസരത്ത് ഇങ്ങനെ ഉലാത്തുമ്പോ ആ സമയം പ്രിയപ്പെട്ട അടിമ എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി ഈ സ്വാലിഹായ മുതലാളി അദ്ദേഹത്തിന്റെ അടിമ താമസിക്കുന്ന ആരും ചെല്ലാത്ത ഒഴിഞ്ഞ ഭാഗത്തുള്ള സ്റ്റോർ റൂമിന്റെ ഭാഗത്തേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയം ആ സ്റ്റോർ റൂം വല്ലാത്ത പ്രകാശം കൊണ്ട് നിറഞ്ഞു നിൽക്കാം. അപ്പോൾ അതിന്റെ വിടവിലൂടെ കാണാവുന്ന ഭാഗത്തുകൂടി മുതലാളി ആ റൂമിലേക്ക് എത്തി നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, തന്റെ അടിമ സുജൂദിലാ. മാത്രവുമല്ല, സുജൂദിൽ കിടക്കുന്ന അടിമയുടെ ശിരസിന്റെ മുകൾ ഭാഗത്ത് ഒരു റാന്തൽ വിളക്ക് കത്തുന്നു. അതൊരു അസാധാരണമായ റാന്തൽ വിളക്കാണ്. അതിൽ നിന്നും ഒരു അത്ഭുതകരമായ പ്രകാശം ഇങ്ങനെ വിസരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് മഹാനായ ഈ അടിമയുടെ ചുറ്റിലും വന്നിരിക്കുന്ന അസാധാരണമായ പ്രകാശം കണ്ട് മുതലാളി ഭയന്നു പോകുന്നു, പേടിച്ചു പോകുന്നു. നേരം പുലർന്നു കഴിഞ്ഞപ്പോ അടിമയെ വിളിച്ചുകൊണ്ട് വല്ലാത്ത ബഹുമാനത്തിന്റെ വർത്താനമൊക്കെ. അടിമയ്ക്ക് അതിന്റെ അകത്ത് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നി. ചോദിച്ചു, എന്താണ് എന്നോട് ഒരു പ്രത്യേക ബഹുമാനം? അപ്പൊ പറഞ്ഞു, മോനെ, ഇന്നലെ രാത്രിയിലെ നിന്റെ നിസ്കാരത്തിന്റെ ലഹരി ഞാൻ കണ്ടിരുന്നു, നിന്റെ റൂമിന്റെ അകത്തെ പ്രകാശം ഞാൻ കണ്ടിരുന്നു. സുബഹി വരെ ആ പ്രകാശത്തെ ഞാൻ നോക്കി നിന്നിരുന്നു. സുബഹിയുടെ സമയമായപ്പോ നീ താമസിക്കുന്ന ആളൊഴിഞ്ഞ റൂമിന്റെ മേൽക്കൂര വിടർന്നു വന്നിട്ട് ആ വിടർന്നു വന്ന മേൽക്കൂരയുടെ മേലാപ്പിലൂടെ നിന്റെ രാത്രിയെ സജീവമായി പ്രകാശപൂരിതമാക്കിയ അത്ഭുതത്തിന്റെ റാന്തൽ വിളക്ക് ആകാശത്തിലേക്ക് പറന്നു പോകുന്നത് ഞാൻ കണ്ടിരുന്നു. ഇങ്ങനൊരു അത്ഭുതം ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. ആ വിളക്കങ്ങ് പോയി കഴിഞ്ഞപ്പോ തന്നെ വല്ലമ്മ സഖഫുൽ ബൈത്തി, വീടിന്റെ മേൽക്കൂര യോജിക്കുകയും ചെയ്തു, സംയോജിക്കുകയും ചെയ്തു. എന്തൊരു അത്ഭുതം! ഈ അത്ഭുതം ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയോടും പറഞ്ഞുപോയി. മുതലാളി പറയാ, ഞാനിത് എന്റെ ഭാര്യയോടും പറഞ്ഞു. അങ്ങനെ രണ്ടാളും കൂടിയിട്ടാ സമാധാനിപ്പിക്കാനും ബഹുമാനിക്കാനും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് കേട്ട സമയത്ത് രണ്ടാമത്തെ രാത്രിയിലേക്കും കാത്തിരിക്കാൻ അടിമ ഒന്നും പ്രതികരിച്ചില്ല. രണ്ടാമത്തെ രാത്രിയിലും ഇതുപോലെ കാത്തിരുന്ന് കാണാൻ ഭാര്യ ഉൾപ്പെടെ എന്ന് മുതലാളി പോണത്, യജമാനൻ പോണത്. രണ്ടുപേരും കൂടി കണ്ടു. ഇതൊരു പരസ്യമായ അവസ്ഥയിലേക്ക് വരുമെന്ന് കണ്ടപ്പോ അടിമ വല്ലാതെ വിഷമിച്ചു. മഹാനായ അടിമ അല്ലാഹുവോട് രണ്ടാമത്തെ രാത്രി കഴിഞ്ഞപ്പോൾ ദുആരന്നു, അല്ലാഹുവേ, ഇങ്ങനെ ഒരാളെ അറിയിച്ചിട്ടൊരു അമൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ ആയുസ്സിന്റെ ഏറ്റവും നല്ല ഭാഗം ഈ ഭാഗമാണ് എങ്കിൽ എനിക്ക് മരണം വേണം അല്ലാ. ആലോചിച്ച് നോക്കണേ, എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും ആളുകൾ അറിഞ്ഞില്ലെങ്കിൽ വിഷമം. ജീവിതം എവിടെ എത്തി നിൽക്കുന്നു?
ഒരു താരതമ്യം പൂർവീകരോടുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈമാന്റെ വെളിച്ചം വരല്ലേ? എപ്പോഴും പരാതി പറയാ അള്ളാഹിനെ പറ്റി, പിന്നെ എങ്ങനെയാ നമ്മൾ നന്നാവാ? അള്ളാഹുവിനെ പറ്റിയല്ല പരാതി എപ്പോഴും. അള്ളാഹുവിനെ പറ്റി പരാതി പറയുന്നവരാ നമ്മൾ. ഏത് റബ്ബ്? എല്ലാം ചെയ്ത റബ്ബ്. നാം ഒന്നും അറിഞ്ഞിട്ടില്ല നമുക്ക് ചെയ്തത്. നമുക്കവൻ എങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കാവൂ. ഹുവ ഫീ ശഅൻ, തന്റെ അടിമക്ക് ചെയ്തു കൊടുക്കുന്നതിൽ അവൻ വ്യാപൃതനെന്ന് ഖുർആൻ. പക്ഷേ ഇതൊരു അനുഗ്രഹമാണെന്ന് മനുഷ്യൻ അറിയുന്നില്ല. അനുഗ്രഹത്തിലേക്കുള്ള സൂചനയായി തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞു, ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ. കുന്നോളം ദുഃഖങ്ങളുണ്ട് നമുക്ക്. ആ ദുഃഖങ്ങളെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാം. അതിന്റെ എത്രയോ ഇരട്ടി അനുഗ്രഹങ്ങളാ നമുക്കുള്ളത്. ഒന്ന് ചിന്തിച്ചാൽ മതി, ഈ വലത് കൈയിന്റെ ചെറുവിരൽ എനിക്ക് അനക്കാൻ കഴിയുന്നുണ്ടല്ലോ, അതൊരു അനുഗ്രഹ. സമയബന്ധിതമായി ഗുണകരമായ അവസ്ഥയിൽ കണ്ണു ചിമ്മുന്നുണ്ടല്ലോ, അതൊരു അനുഗ്രഹ. 10 കൊല്ലം മുൻപ് കേരള സർക്കാരിന്റെ ഒരു മെഡിസിൻ ആനുകൂല്യം തിരുവനന്തപുരം ജില്ലയിലെ ഒരു കുഞ്ഞിന് നൽകുന്നുണ്ട്. മറ്റൊന്നുമല്ല, ലക്ഷത്തിൽ ചില ആളുകൾക്ക് മാത്രമുണ്ടാകുന്ന ഒരു രോഗം. കണ്ണിന് ചിമ്മാനുള്ള കഴിവില്ല. കണ്ണിന് ചിമ്മാനുള്ള കഴിവില്ല. അതിങ്ങനെ തുറന്നിരിക്കന്നെ, ഉറങ്ങോല. ഉറങ്ങാണെന്ന് തന്നെ അറിയില്ല. ഉറങ്ങി അങ്ങ് വന്നു കഴിയുമ്പോ വെള്ളം ഇങ്ങനെ ഒലിക്കും. തുറന്നിരിക്കുന്ന കണ്ണല്ലേ. അപ്പോൾ ഈ വെള്ളം കണ്ണുനീരിന്റെ ഉപ്പുരസത്തിൽ ഈച്ച വട്ടമിട്ട് പറക്കും. വാപ്പയും ഉമ്മയും കുഞ്ഞിന് കാവലിരിക്കും, കണ്ണിൽ ഈച്ച പോവാതെ. എന്തൊരവസ്ഥയാണ് നോക്കണേ. ഇതും ഒരു അനുഗ്രഹ. ആര് ചിന്തിക്കുന്നു? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആരെങ്കിലും എണ്ണിത്തിട്ടപ്പെടുത്താൻ തയ്യാറായാൽ അവനത് ക്ലിപ്തമാക്കാൻ കഴിയില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മൾ ചിന്തിക്കുന്നത് മുഴുവൻ നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളുമാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിക്കുന്നില്ല. ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് നമ്മുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ ആ ആലോചിക്കൽ പോലും ഒരു അനുഗ്രഹ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം നമുക്കുള്ളത്. ഞാൻ ഇത്രയൊക്കെ ചെയ്തു, എന്നിട്ടും എന്റെ കഷ്ടപ്പാട് അള്ളാഹ് കാണുന്നില്ല. ഞാൻ ഇത്രയൊക്കെ അമൽ ചെയ്തു, ഹജ്ജ് 3 എണ്ണം ചെയ്തു, ഞാൻ കഅബയുടെ കില്ല പിടിച്ച് ദുആ ചെയ്തു, എന്നിട്ട് എനിക്ക് ഉത്തരവില്ല. അള്ളാഹിനെ കുറ്റപ്പെടുത്താം. അള്ളാഹിനെ കുറ്റപ്പെടുത്താ എന്നുള്ളത് ഒരു മൂമിനിന്റെ ലക്ഷണമല്ല. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ. നീ പൊറുത്തുന്നില്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെടും. നീ പൊറുക്ക എന്നുള്ളത് നിന്റെ പണി. ഞങ്ങൾ തെറ്റ് ചെയ്താൽ അത് നിന്റെ ഖള. എന്നാലും പറഞ്ഞത് ഞങ്ങൾ തെറ്റ് ചെയ്തു എന്നാ. ഞങ്ങൾ സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്തു, നീ പൊറുത്തില്ലെങ്കിൽ ഞങ്ങൾ പരാജയം. കുറ്റപ്പെടുത്തിയത് സ്വന്തത്തെയാ. മഹാനായ അബൂ നുഐം അദ്ദേഹത്തിന്റെ ഹില്യത്തുൽ ഔലിയായിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. അൻ ശുഖൈഖ് ഇബ്നുൽ ബൽഖാ അന്നഹു ഖാല മറ ഇബ്രാഹിം ഇബ്നു അദ്ഹം. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ബസ്രയിലെ അങ്ങാടിയിലൂടെ അങ്ങ് നടന്നു പോകുന്നുണ്ട്. ബസ്ര പട്ടണത്തിലൂടെ നടന്നു പോവാ. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആണ് ആ പോകുന്നത് എന്ന് കണ്ടപ്പോ അവിടെ കൂടിയ ആളുകൾ മുഴുവനും വട്ടമിട്ടു. മഹാനവറുകളിൽ നിന്നും എന്തെങ്കിലും ആത്മീയമായത് കരസ്ഥമാക്കണം എന്ന് കരുതി എല്ലാവരും വട്ടം കൂടി. ആ സമയത്ത് ചില ആളുകള് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും അടിമകളോട് ചോദിക്കൂ, അല്ലാഹു എന്ന യജമാനൻ ഉത്തരം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഉദ്ഉനി അസ്തജിബ് ലക്കും. എന്നെ വിളിച്ച് നിങ്ങൾ ദുആ ചെയ്താൽ ഞാൻ ഉത്തരം ചെയ്യാന്ന് അല്ലാഹു പറഞ്ഞതല്ലേ. ഞങ്ങൾ കുറെ കാലങ്ങളായിട്ട് ദുആ ചെയ്യുന്നുണ്ട്, പക്ഷെ ഉത്തരവില്ല. കുഴപ്പം പടച്ചോനാണോ നമുക്കാണോ? ഈ ചോദ്യവും ഈ അവസ്ഥയും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരുപാട് ദുആ ചെയ്യുന്നുണ്ട്, പക്ഷെ ഉത്തരമില്ല. ഒരുപാട് ദുആ ഉണ്ട്. ഒരു സാധാരണ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഒരു 10 തരത്തിലുള്ള അബദ്ധങ്ങളാ ഉത്തരത്തിന് തടസ്സമായി നിൽക്കുന്നതെന്ന് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അവരോട് പറയാം. ഒരാത്മീയമായ ചിന്തയിലൂടെ ഒരു വലിയ മഹാന് ബോധ്യപ്പെട്ട സത്യങ്ങളായത്. അബൂ നുഐമിന്റെ ഹില്യയിൽ തുടർന്ന് കാണാം. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു വന്നിരിക്കുന്ന ആളുകളെ മനസ്സിലാക്കി മനഃശാസ്ത്രപരമായി അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് 10 കാര്യങ്ങളിൽ നിങ്ങളുടെ മനസ്സ് മറന്നിരിക്കാം. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതന്നെയല്ല. 10 അബദ്ധങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഒന്നാമത്തേത് അറഫ്തുമുല്ലാഹ്,
അള്ളാനെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പടച്ചോന്റെ കളിയാണതെന്നൊക്കെ പറയും, ചിലപ്പോ പടച്ചോൻ വലിയവനല്ലേ എന്നൊക്കെ പറയും. അള്ളാനെ എവിടെയൊക്കെയോ ഒന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ബോധ്യപ്പെട്ടതനുസരിച്ച് വലം തുഅദ്ദൂ ഹഖ്ഖഹു, അള്ളാഹുവോട് നിർവഹിക്കേണ്ട നിർബന്ധിതമായ ബാധ്യതകളുണ്ട്. ആ ബാധ്യതയെ വീട്ടുന്നതിൽ നിങ്ങൾക്ക് വീഴ്ചയുണ്ട് സമൂഹമേ. ദുആക്ക് ഇജാബത്തില്ല. അള്ളാഹുവോട് നമുക്ക് നിർബന്ധമായും വീട്ടേണ്ട ബാധ്യതയാണ് നിസ്കാരം, അല്ലേ? നിസ്കരിക്കോ? ഉണ്ടല്ലോ, നിസ്കാരം ഉണ്ടല്ലോ. നിസ്കാരത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അഖീമുസ്സലാഹ്, നിസ്കാരത്തെ നിലനിർത്തുക എന്നല്ല, നിസ്കാരത്തെ സ്ഥാപിക്കേണ്ടിടത്ത് സ്ഥാപിക്കുക എന്ന. നിസ്കാരത്തെ കുറിച്ച് മുത്തുനബി പറഞ്ഞത് ഇമാദുദ്ദീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ദീനിന്റെ തൂണെന്നാ പറഞ്ഞത്. ദീനിന്റെ തൂണ് എന്ന് മുത്തുനബി ഒരു ആലങ്കാരിക പ്രയോഗം നടത്തിയതല്ല. ഇമാദ് എന്ന് നിസ്കാരത്തെ പറയണമെങ്കിൽ ഖുർആൻ അഖാമ യുഖീമു പ്രയോഗിക്കണം. അഖാമ യുഖീമു എന്ന പ്രയോഗത്തിലൂടെ അല്ലാതെ എന്തിനേറെ നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തോന്ന് ചോദിക്കാം. ഇഖാമത്ത് കൊടുത്തോ എന്ന് ചോദിക്കുന്നു. ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥാപിക്കേണ്ടതിനെ സ്ഥാപിക്കേണ്ടിടത്ത് സ്ഥാപിക്കാം. ഇത് നമുക്ക് കഴിയുന്ന കാര്യ. എന്നാലും നമ്മൾ വീഴ്ച വരുത്തി. രാവിലത്തെ ചായ കുടി 9 മണി വിട്ടുപോകൂല. എന്തേ? ഈ കണ്ട കാലം മുഴുവനും ഞാൻ ശീലിച്ചത് അങ്ങനെയാ. ഉച്ചക്ക് തിന്നേണ്ട ഭക്ഷണം അത് വൈകുന്നേരം തിന്നുന്ന ശീലമല്ല. അതൊരു അശാസ്ത്രീയമാണ്. അത് കഴിക്കേണ്ടത് സ്ഥാപിക്കേണ്ടത് അത് ഉച്ചക്ക് തന്നെയാ. അത്താഴം ഇന്നത്തെയും കൂടി ഇന്ന് ഒരുമിച്ചല്ല. എന്തുകൊണ്ട്? അത് അശാസ്ത്രീയമാണ്. അങ്ങനെ വന്നാൽ ആ ശരീരം നിലനിൽക്കില്ല. ഒരാളുടെ ദീനീബോധത്തിന്റെ തൂണ് എന്ന് പറയുന്നത് അത് നിസ്കാരമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സ്ഥാപിക്കേണ്ടിടത്ത് സ്ഥാപിക്കാതെ വരുമ്പോ ആ ദീനീബോധം എന്ന് പറയുന്ന ആ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാണ്. കാരണം തൂണ് വെക്കേണ്ടിടത്ത് വെച്ചാൽ ആ കെട്ടിടത്തിന് ബലമുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ ഇരിക്കുന്ന ഹാളിൽ ഇവിടെ തൂണുകൾ കാണാം. അതിന് കൃത്യമായ ഒരു ഇടമുണ്ട്. അത് സ്ഥാപിക്കേണ്ടിടത്ത് തന്നെ സ്ഥാപിക്കുകയും സ്ഥാപിക്കേണ്ട സമയത്ത് തന്നെ സ്ഥാപിക്കണം. 10 കൊല്ലം കഴിഞ്ഞുകൊണ്ട് ഈ തൂണ് ഇവിടെ വെച്ചാൽ പറ്റൂല. എന്നാലാ അത് നിലനിൽക്കൂ. പ്രശ്നങ്ങളേതും പരിഹരിക്കാൻ ഏറ്റവും ഉതകുന്നതാ നിസ്കാരമെന്ന നിയമവും അമലും കബൂലാകുന്നതിനിതു വേണ്ടതാ. പ്രാർത്ഥനയ്ക്ക് ഇജാബത്തും ഇതിൽ ബന്ധിച്ചതാ. ബസ്ര നിവാസികളോട് ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിനെ നിങ്ങൾക്കറിയാം, പക്ഷേ റബ്ബിനോട് നിർവഹിക്കേണ്ട നിർബന്ധിത ഹക്കുകൾ നിങ്ങൾ നിർവഹിക്കുന്നതിൽ വീഴ്ചകൾ വരുന്നുണ്ടേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിസ്കാരം നിർവഹിക്കേണ്ട സമയത്ത് നിർവഹിക്കാതെ പോകുന്നു. അഖാമ യുഖീമു എന്ന ഖുർആൻ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് അഖീമിസ് സ്വലാത്ത ലിദിക്രി, നിസ്കാരത്തിന്റെ ബെനിഫിറ്റ് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കിട്ടല. അതിന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ പ്രയോഗം അഖീമിസ് സ്വലാ, നിസ്കാരത്തെ അതിന്റെ അവ്വൽ വഖത്തിൽ സ്ഥാപിക്കേണ്ടിടത്ത് സ്ഥാപിക്കുക എന്നാണ്. അങ്ങനെ അല്ലെങ്കിൽ ദുആക്ക് ഇജാബത്തില്ലെന്ന് ഇബ്രാഹിം ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ബസ്രക്കാരോട് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു ഖറഅതും കിതാബല്ലാഹ്, നിങ്ങൾ ഖുർആനൊക്കെ വല്ലപ്പോഴൊക്കെ പാരായണം ചെയ്യുന്നവരാണോ? എന്നാൽ വലം തഅമലൂ ബിഹി, ഖുർആൻ അമലായി വരുന്നില്ല. ഇന്ന് വെള്ളിയാഴ്ചയാണ് എങ്കിൽ സൂറത്തുൽ കഹ്ഫ് എന്ന ഖുർആൻ പാരായണത്തിന്റെ അമൽ ജീവിതത്തിൽ ഇല്ല. എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിഅ അമലിന്റെ രംഗത്തില്ല. ഖുർആൻ പാരായണം വല്ലപ്പോഴൊക്കെ നടത്താറുണ്ട്. ഖുർആൻ പാരായണം എന്ന് പറയുന്ന ഒരു അമലുണ്ട്. അത് അമലായി വരേണ്ട സാഹചര്യമുണ്ട്. അത് നിങ്ങളിൽ ഇല്ലേ? എന്നാൽ ദുആഇന്റെ ഇജാബത്ത് പ്രതീക്ഷിക്കണ്ട. മൂന്നാമത്തെ കാരണം ഇദ്ദഅയ്തും ഹുബ്ബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതറക്തും സുന്നതഹു, ഹബീബിനെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറയുന്നവരൊക്കെയാ നിങ്ങൾ. പക്ഷേ അവിടുത്തെ സുന്നത്തുകളോട് വിരോധം,
അവിടുത്തെ സുന്നത്തുകളിൽ പ്രധാനപ്പെട്ട ഒരു സുന്നത്തല്ലേ തലമറയ്ക്കല്. തലമറച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോൾ 70 ഇരട്ടി പ്രതിഫലം. ആർക്കാ ഇത് സാധിക്കാത്തത്? അവിടുത്തെ സ്വലാത്തുകളോട് വിരോധം, അവിടുത്തെ മദ്ഹിനോട് വിരോധം, അവിടുത്തെ പ്രകീർത്തനങ്ങളോട് വിരോധം. എങ്ങനെ ഇജാബത്ത് കിട്ടും? ദുആഇന് അല്ലാഹു ഇജാബത്ത് തരിക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം റബ്ബ് നമ്മെ പരിഗണിച്ചിട്ടുണ്ട് എന്നാം. ഇനി കേട്ടോളൂ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പോരാട്ടം പിശാചിനോടെതിരെയായിരുന്നു. ബദറിൽ പോലും പ്രത്യക്ഷത്തിൽ അത് കണ്ടതാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിലുള്ള മലക്കുകൾ ഇറങ്ങി വരുമ്പോ ഇബ്ലീസ് പിന്നോട്ട് മാറുന്നുണ്ട്. ഇബ്ലീസ് പിന്നോട്ട് മാറിയിട്ട് അബൂജഹലിനോടും ഉത്ബത്തിനോടും ഉമയ്യത്തിനോടും ശൈബത്തിനോടും ഒക്കെ പറയുന്നുണ്ട്, ഇന്നി അറാ മാ ലാ തറൗൻ, ഞാൻ നിങ്ങൾ കാണാത്ത കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇബ്ലീസ് പിന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ തന്നെ ഇബ്ലീസിനെ കൊട്ടാൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പട്ടാളത്തിന് കഴിഞ്ഞു. പ്രത്യക്ഷത്തിൽ പിശാചിനോടും പരോക്ഷത്തിലും പിശാചിനോടും പടപൊരുതിയ ഒരു ജീവിതത്തിന് വിരുദ്ധമായതാ നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ശൈത്താനെ ശത്രുവായിട്ടൊക്കെ കാണുന്നത്, പക്ഷേ നിങ്ങൾ ശൈത്താനെ ഇഷ്ടപ്പെടുന്നത് പലപ്പോഴും ചെയ്യാറുണ്ട്. ഒരു ഉദാഹരണം കേട്ടോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനസ് ശയാത്തീൻ വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ. ദൂർത്തടിച്ച് സമ്പത്ത് നശിപ്പിക്കുന്ന ആളുകളുണ്ട്. അവര് പിശാചിന്റെ സഹ ഉദര ബന്ധമുള്ള പിശാചിന്റെ പാർട്ടിയാണെന്ന് ഖുർആൻ. ഒരുപാട് അകലേട്ടൊന്നും പോണ്ട, സാധാരണ ജീവിതത്തിന്റെ ചില ആർഭാട ആഘോഷങ്ങൾ മാത്രം ആലോചിച്ചാൽ മതി. പിശാചിനോട് എതിരാണ് നമുക്ക്. അത് നമ്മുടെ നിലപാടായിട്ടില്ലല്ലോ, വെറും വർത്താനം മാത്രമല്ലേ ആയിട്ടുള്ളൂ. എങ്ങനെയാ പിന്നെ നിങ്ങൾക്ക് ദുആക്ക് ഇജാബത്ത് ഉണ്ടാവാ? ദുആക്ക് ഇജാബത്തില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അമലിന് ഖബൂലിയത്തില്ലാതാ. കാരണം ദുആ തന്നെ ഒരു ഇബാദത്താണ്, അമലാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിന്നെ പറഞ്ഞു, അഞ്ചാമത്തെ കാരണം സ്വർഗ്ഗം ഇഷ്ടാണെന്ന് പറയാറുണ്ട്, പക്ഷെ സ്വർഗത്തിന് വേണ്ടിയുള്ള പണിയില്ല, നരകത്തെ ഭയമാണെന്ന് പറയുന്നു. ആറാമത്തെ കാരണം, എന്നിട്ടോ നിങ്ങളുടെ ശരീരത്തെ കൊണ്ടുപോയി നരകത്തിന്റെ തീയിന് പകരം പണയം വെച്ചിരിക്കുന്നു. നരകത്തിന്റെ തീ ഇങ്ങോട്ട് വാങ്ങിയിട്ട് ശരീരത്തെ അവിടെ പണയം വെച്ചിരിക്കാം. എന്തൊരു മനോഹരമായ അവതരണമാണിത്. പിന്നെ പറഞ്ഞു, ബസ്രാ നിവാസികൾ ശ്വാസം അടക്കി പിടിച്ചു നിൽക്കാം. മഹാനവറുകളുടെ വാഗ്വിലാസത്തിൽ, വാഗ്ധോരണിയിൽ ആത്മീയമായ ഒരു സംസ്കരണത്തിന്റെ ഈ ഉപദേശങ്ങൾ വിലപ്പെട്ടതാ. മഹാനവറുകൾ തുടർന്ന് പറഞ്ഞു, ഏഴാമത്തെ കാരണമുണ്ടല്ലോ, ഖുൽതും ഇന്നൽ മൗത ഹഖ്ഖുൻ വലം തസ്തഇദ്ദൂ ലഹു. മരണം ഉറപ്പാണ്, അനിഷേധ്യമാണ് എന്ന് നിങ്ങൾ പറയുന്നു, പ്രസംഗിക്കുന്നു, അത് നിങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷെ എന്നിട്ടും സ്വന്തം മരണത്തെ ഓർക്കാറില്ലല്ലോ. സ്വന്തം മരണമല്ലേ ഒരാളെ നന്നാക്കുക. ആ സ്വന്തം മരണത്തിനുള്ള തയ്യാറെടുപ്പ് നിങ്ങളിൽ കാണുന്നില്ലല്ലോ. സ്വന്തം മരണത്തെ തയ്യാറായി, ആ മരണത്തിന് തയ്യാറായി ജീവിക്കുന്ന ആൾക്ക് ദുആക്ക് ഇജാബത്തുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വന്തം മരണത്തിന് തയ്യാറാവാന്ന് പറഞ്ഞാൽ ആധാരമൊക്കെ പിള്ളേരുടെ പേരിലാക്കി വയ്ക്കുക, അതല്ല, അത് പിന്നെയുള്ള കാര്യം. സ്വന്തം മരണത്തിന് എങ്ങനെ ഇപ്പൊ ലാസ്റ്റിൽ ഒരു കെലിമ ചൊല്ല. ജീവിതത്തിൽ കാലിൽ തറച്ച മുള്ളു വലിച്ചൂരുന്നോടത്തും അസഹ്യമായ വേദനയിൽ ഒരു ചിരി പോലും കാണിക്കാൻ കഴിയാത്ത നമ്മോട് പറയാ, മുള്ളല്ലടോ വലിച്ചൂരുന്നത്, നിന്റെ ശരീരം ആസകലം വ്യാപിച്ചു കിടക്കുന്ന റൂഹിനെ പിഴിഞ്ഞു വലിച്ചെടുക്കും, ചുരുട്ടിയെടുക്കും. ഹദീസിലുണ്ട്, നഖത്തിന്റെ അടിയിലുള്ള ചർമ്മകോണിൽ പോലുമുള്ള റൂഹിനെ ഊരിയെടുക്കും. ഒന്നുമില്ല, അതങ്ങോട്ട് ഊരിയെടുത്തിട്ട് വ്യാപിച്ചു കിടക്കുന്ന ശരീരം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന ഈ റൂഹിനെ ഒരു ചെറിയ ഭാഗത്ത് കൂടി ഊരിയെടുക്കുമ്പോൾ അന്നേരം വരുന്ന ആ തൊണ്ടയുടെ ഒരു കയ്പ് രസമുണ്ട്. വേദനയും കയ്പിന്റെ ഈ രുചിയും എല്ലാം കൂടി ഒരു മനുഷ്യനെ വീർപ്പ് മുട്ടിക്കുന്നതിന്റെ ഇടയിൽ മലക്കുകളുടെ ഭീകരമായ രൂപവും അവന് തീർക്കുന്ന മാനസിക പ്രതിസന്ധിയിൽ അവൻ പുഞ്ചിരിക്കുകയും നിറഞ്ഞ പുഞ്ചിരിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ചെയ്യലാണ് ആഖിബത്ത് നന്നാവൽ എന്ന് മതം പറയുമ്പോ.
മുള്ളു തറച്ച വേദനയിൽ ഒരു പാട്ട് പാടാൻ കഴിയാത്ത നമ്മൾ ആസ്വദിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള ഒരുക്കങ്ങൾ എന്തോ അതാണ് സ്വന്തം മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അപ്പോ പറഞ്ഞു, ഏഴാമത് പറഞ്ഞു, മരണം യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുന്നതിനോടൊപ്പം അതിനുള്ള ഒരുക്കങ്ങൾ ഉണ്ടാകുന്നില്ല. എട്ടാമത്തെ കാരണം, ദുആക്ക് ഇജാബത്തില്ലാത്ത എട്ടാമത്തെ കാരണം ജനങ്ങളുടെ പോരായ്മ തേടൽ നിങ്ങൾക്ക് വലിയ താല്പര്യമുള്ള കാര്യം. പക്ഷെ സ്വന്തം പോരായ്മകളെ മറച്ചു വെക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാ. എത്ര പോരായ്മ നമുക്കുണ്ട്. ഈ സ്വഭാവം ഉണ്ട്. മറ്റുള്ളവരുടെ കുറ്റം പറയാനും ഒരാളെ ചെറുതാക്കാനും കിട്ടുന്ന അവസരം പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. എന്നിട്ടോ സ്വന്തം വീട്ടിലെ കാര്യം അങ്ങനെയാണല്ലോ. വെള്ളപ്പൊക്കം അങ്ങനെ വന്ന് എല്ലാ സ്ഥലത്തും മുങ്ങ, അപ്പോൾ ഉണ്ട് വാർക്കപ്പുറത്ത് കയറി നോക്ക, അവിടെ എന്തോരം വെള്ളം കയറിയിട്ടുണ്ട്. അത്രയും തന്നെ ഇവിടെയും കയറിയിട്ടുണ്ട്. അതാണ് മനുഷ്യൻ, അതാണ് മനുഷ്യൻ. അങ്ങനെയുള്ളവർക്ക് ദുആക്ക് ഇജാബത്തില്ല എന്നുള്ളതാണ് മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഒൻപതാമത്തെ കാരണം, അള്ളാഹുവിന്റെ നിഅമത്തുകളെ നമ്മൾ പറഞ്ഞോടത്തേക്ക് തിരിച്ചു വരുന്നു. അള്ളാഹുവിന്റെ നിഅമത്ത് ഒരുപാട് നമുക്കുണ്ട്, പക്ഷെ നന്ദി നമുക്കില്ല. നിസ്കരിക്കലാണോ നന്ദി? അല്ല, അത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണ്ട. നിഅമത്തുണ്ടായാലും ചെയ്യണം. നിഅമത്തുണ്ടായാലും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് വന്നപ്പോ ഒരു സഹോദരൻ ജമാഅത്തിന്റെ അവ്വല് സഫിലുണ്ട്, 2 കാലില്ല അദ്ദേഹത്തിന്, ജന്മനാലില്ല. ആ സഹോദരൻ അവ്വല് ജമാഅത്തില് 1ാമത്തെ സഫില് ഒരു ചെറുപ്പക്കാരൻ തൊപ്പി വെച്ച് അതിന്റെ അദബുകൾ പാലിച്ച് ഒരു സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. എന്നിട്ട് ഞാൻ നോക്കി, നിസ്കാരം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം പള്ളിയിൽ നിന്ന് പോയതും അദ്ദേഹം. ആലോചിച്ച് നോക്കണം നിഅമത്തുകളുടെ വില. അദ്ദേഹത്തിന് അള്ളാഹു ചെയ്ത നിഅമത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യം ഉണ്ടാവും. അള്ളാഹുവിന്റെ നിഅമത്ത് നിങ്ങൾ തിന്നുന്നു, എന്നിട്ട് അതിന് നിങ്ങൾ നന്ദി ചെയ്യുന്നില്ല. 10ാമത്തെ കാരണം, പ്രാർത്ഥനയ്ക്ക് ഇജാബത്തില്ലാത്ത 10ാമത്തെ കാരണം, ദഫൻതും മൗതാക്കും വലം തഅതബിറൂ ബിഹിം. ജീവിതത്തിൽ പല പല അഭ്യാസങ്ങൾ കാണിച്ച് വലിയ വലിയ യോദ്ധാക്കളായി ജീവിച്ച് മൺമറഞ്ഞു പോയ പലരെയും നിങ്ങൾ മറവ് ചെയ്ത് പള്ളിക്കാട്ടിൽ നിന്നും തിരിച്ചു വരുമ്പോ നാളെ ഇതേപോലെ ഒരു ഖബറിൽ ഞാനും പോയി കിടക്കണോലോ എന്ന ചിന്ത മനസ്സിൽ ആ പള്ളിപ്പറമ്പിൽ വെച്ചെങ്കിൽ അറ്റ്ലീസ്റ്റ് ഉണ്ടായിട്ടില്ലേ എന്ന ദുആക്ക് ഇജാബത്ത് ഉണ്ടാവില്ല. ഈ രീതിയിലുള്ള ഒരു ആത്മീയമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരാതെ ദുആ ചെയ്താൽ ഉത്തരമില്ല. അതിനർത്ഥം അമലുകൾക്ക് ഖബൂലിയത്ത് പ്രതീക്ഷിക്കണ്ട എന്ന അള്ളാഹു നന്നാക്കി തരട്ടെ. ജീവിതത്തിൽ മഹാന്മാരുടെ ചരിത്രങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തോടുള്ള ചില താരതമ്യങ്ങൾ കൊണ്ട് പലതും നേടാൻ കഴിയും. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, സ്വാലിഹീങ്ങളെ ഓർക്കുക എന്നത് തന്നെ ഒരു ഇബാദത്താണ്. എന്തുകൊണ്ട്? ഒരു ഇബാദത്തിനുള്ള പ്രേരണയും പ്രചോദനവും ആവേശവുമായി ആ ചരിത്ര പഠനങ്ങളും ആ മഹാന്റെ സഞ്ചാരങ്ങളും മനസ്സിനെ കീറി മുറിച്ച് നമ്മുടെ മനസ്സിന്റെ അകത്ത് നമ്മുടെ രോഗങ്ങൾ എടുത്തു കളഞ്ഞ് മരുന്ന് വെച്ച് തരുന്ന ഒരു വല്ലാത്ത മാസ്മരികമായ ഒരു പ്രത്യേകത മഹാന്മാരുടെ ജീവിതത്തെ ഓർക്കൽ കൊണ്ട് സാധ്യമാ. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അല്ലാഹുവേ ഞങ്ങളെ നീ ഖബൂലാക്ക് തമ്പുരാനെ. റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്ക് അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്ക് അല്ലാഹ്. അല്ലാഹു ഒരുപാട് പേർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഹലാലായ മുറാദ് ഹസ്സലാക്കുക അല്ലാഹ്. രോഗികൾക്ക് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്, ശിഫാ നൽകണേ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ, ഹാർട്ട് പേഷ്യന്റ് ആയ ഒരു സഹോദരൻ ആസ്റ്റർ മെഡിസിറ്റിയിൽ സർജറിക്ക് വിധേയനാകുന്നു. വെറും 40 വയസ്സുള്ള ചെറുപ്പക്കാരന് നീ ആഫിയത്ത് നൽകുക അല്ലാഹ്. ആ ചികിത്സ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. ആ സർജറി നീ വിജയിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ആരോഗ്യം നൽകണേ അല്ലാഹ്. വ്യാപകമാ ഹൃദ്രോഗം അല്ലാഹുവേ റബ്ബേ ആഫിയത്തോടുകൂടി ദീർഘായുസ്സോടുകൂടി നിന്റെ മാർഗത്തിൽ കഴിയാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യം നൽകണേ അല്ലാഹ്. വിദേശത്ത് ജോലി തേടുന്ന മകന് വേണ്ടി പ്രത്യേകം ദുആരക്കാൻ ഉപ്പ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവേ അതുപോലെ വിദേശത്ത് ജോലി തേടിപ്പോയ ഞങ്ങളുടെ സഹോദരങ്ങള് സഹോദരിമാർ
എല്ലാവർക്കും നീ ഖൈറായ ജോലി അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. തൊഴിലില്ലായ്മ രൂക്ഷമായി കൊണ്ടിരിക്കുകയാ. ജീവിതത്തിൽ റബ്ബേ സാമ്പത്തികമായ പ്രയാസങ്ങൾ അഖിലമുണ്ട്. അല്ലാഹുവേ പരിഹാരം നിന്റെ കയ്യിലാ. ഖൈറായ നിലയിൽ ബറക്കത്തിന്റെ വഴികൾ നീ തുറന്നു തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. അവസാനം നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യം തരണേ അല്ലാ. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കുക അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. കടബാധ്യതകൾ നീ തന്നതാ അല്ലാ വീട്ടിൽ തരണേ തമ്പുരാനെ. മരിച്ചുപോയവർ, ഈ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും ഖബർ വിശാലമാക്കണം അല്ലാ. ربنا ارحمهم كما ربونا صغارا آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.